നമസ്കാരം. നമ്മൾ സ്വയമേവ കർക്കിടക വാവുബലി അല്ലെങ്കിൽ തർപ്പണം ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്നോട് വിശദീകരിക്കുന്നത്. നമുക്കതിന് ആവശ്യം വേണ്ടത് അല്പം പുഷ്പം, ഷഡ്രസം, ഉണക്കലരി, കാരല്, നെയ്യ്, തേന്, ശർക്കര, പഴം അത് ചേർത്ത് കുഴച്ചെടുത്ത പിതൃവിനുള്ള ആഹാരമായിട്ടുള്ള പിണ്ഡം, ഒരു പവിത്ര മോതിരം, അല്പം ദർഭ, കടദർഭ എന്ന് പറയും, പുഷ്പം, കൈയിടുവാനുള്ള വെള്ളം, എള്ളും വെള്ളവും കൂടെ കൂട്ടിയെടുത്ത് തിലോദകം, ഇത് വാഴയില. ഇത്രയും ഒരു നിലവിളക്ക് ഏറെ അത്യാവശ്യമാണ്. നമ്മൾ നിലവിളക്ക് കത്തിച്ചു വെച്ച് നമ്മുടെ പിതൃക്കളെയൊക്കെ സ്മരിച്ച് നല്ല വിചാരത്തോടു കൂടി അല്പം പുഷ്പം എടുത്തുകൊണ്ട് ആദ്യം ഇതൊക്കെ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാം, ഇരുന്നുകൊണ്ട് ചെയ്യാം. ഇവിടെ ലഭ്യമായ പാത്രങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കിണ്ടി വേണമെന്ന് നിർബന്ധമില്ല. ഒരു ഗ്ലാസ് എള്ളും വെള്ളവും എടുത്താൽ മതി. ഇനി എള്ള് കയ്യിലെടുത്തിട്ട് വെള്ളം അതിൽ ഒഴിച്ചെടുത്താലും മതി. ഇങ്ങനെയൊക്കെ നമുക്കിതിലൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് ഏതാണോ നമ്മുടെ സാഹചര്യം അനുവദനീയമാകുന്നത് അതിനനുസരിച്ച് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം നമ്മുടെ ഗുരുകാരണവന്മാരെയൊക്കെ സ്മരിച്ച് അല്പം പുഷ്പം കയ്യിലെടുത്ത് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ജന്മസംസാര വിച്ഛേദം ജ്ഞാന വിജ്ഞാനദായകം സമാധിസ്ഥം മഹാ ആചാര്യം ഗുരും നാരായണം ഭജേ. ഓം തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ ലക്ഷ്മീപദേ അഘ്രിയുഗം സ്മരാമി. ഓം അപവിത്ര പവിത്രോവ സർവാവസ്ഥാംഗതോ വിവ യസ്മരേത് പുണ്ഡരീകാക്ഷ സഭ ആഭ്യന്തര ശുചി. മാനസം വാചികം പാപം കർമ്മണ സമുപാർജിതം ഗുരുദേവ സ്മരണേനൈവ വ്യഗോഹിത ന സംശയ. ഓം നമോ നാരായണായ. നമ്മൾ എവിടെയാണോ തീർത്ഥം, എവിടെയാണോ നമ്മുടെ സമീപത്തോടെ ഒഴുകുന്നൊരു പുണ്യതീർത്ഥത്തെ സങ്കല്പിച്ച് സങ്കല്പത്തിലൂടെ അതിൽ സ്നാനം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. ഓം മമ ഉപാധ സമസ്ത പാപക്ഷയാർത്ഥം ശരീരാദിശുദ്ധ്യർത്ഥം അസ്മിൻ തീർത്ഥേ അദ്വൈതാശ്രമ പുണ്യതീർത്ഥേ ചൂർണികാനദീതീർത്ഥേ സങ്കല്പസ്നാനം അഹം കരിഷ്യേ. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അഗ്നി സാക്ഷിയായിട്ടാണ് ചെയ്യുക. ദീപവന്ദനം നടത്തുക. ഓം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർ നമോ നമ. ഭഗവാനെ പുഷ്പത്തെയൊക്കെ സങ്കല്പിച്ച് വന്ദിച്ച് പുഷ്പം നമ്മുടെ മുന്നിലുള്ള ഇലയിലേക്ക് അർപ്പിക്കുക. അതിനുശേഷം കെട്ടിവെച്ചിരിക്കുന്ന പവിത്രമെടുത്ത് കയ്യിൽ പിടിക്കുക. ഓം പവിത്രം പാപനാശനം ആയുസ്തേജോ ബലം സൗഖ്യം മമ സമസ്തപിതൃ തർപ്പണക്രിയാർഹകം പവിത്ര ധാരണം. വലത്ത് കൈയുടെ മോതിര വിരലിൽ ധരിക്കുക. വലത്ത് കൈയുടെ മോതിര വിരൽ. അതിനുശേഷം നമ്മൾ വെച്ചിരിക്കുന്ന കടദർഭ രണ്ട് കൈകളിലായി എടുക്കുക. ഏത്തമിടുന്നത് മാതിരി രണ്ട് കർണമൂലങ്ങളിൽ ചേർത്ത് പിടിച്ച് ഗണപതി ഭഗവാനെ സങ്കല്പിക്കുക. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഇനി രണ്ടും കൂടെ ചേർത്ത് തൊഴുത് അല്ലെങ്കിൽ അടച്ചു പിടിച്ച് ഓർമ്മയുള്ള പിതൃക്കളെയൊക്കെ സ്മരിച്ച് മഹാസങ്കല്പം ചെയ്യുക. ഓം ശ്രീമദ് ഭഗവതോ മഹാപുരുഷസ്യ വിഷ്ണോരാജ്ഞേയ പ്രവർത്തമാനസ്യ ആഢ്യബ്രഹ്മണ ദ്വിതീയപരാർത്ഥേ ശ്വേതവരാഹകൽപ്പേ സാവർണികമന്വന്തരേ കലിയുഗേ കലിപ്രഥമപാദേ ജംബുദ്വീപേ ഭാരതവർഷേ ഭാരതഖണ്ഡേ മേരോഹോ ദക്ഷിണപാർശ്വേ ശകാബ്ദേ അസ്മിൻ വർത്തമാന വ്യാവഹാരികേ ചാന്ദ്ര സൗരവമാനേന പ്രഭവാദി ഷഷ്ടി സംവത്സരാണാം മധ്യേ ക്രോധി നാമ സംവത്സരേ ദക്ഷിണായനേ ശുഭഋതോ ശുഭമാസേ ശുഭപക്ഷേ ശുഭതിഥോ അമാവാസി പുണ്യതിഥോ മമ സമസ്തപിതൃ തർപ്പണ
പുണ്യദിനോ ശുഭയോഗ ശുഭകരണ ഏവം സകലഗുണ വിശേഷേണ വിശിഷ്ടായാം അദ്വൈതാശ്രമ പുണ്യഭൂമോ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ദിവ്യസന്നിധോ അസ്മാകം സഹകുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം പുത്രപൗത്ര അഭിവൃദ്ധ്യർത്ഥം മനോവാഞ്ച ഫലസിദ്ധ്യർത്ഥം അസ്മാകം വംശേ മൃതാനാം പിതൃത്വം പ്രാപ്താനാം പിത്രാദീനാം മാതൃപിതാ മഹ്യാദീനാം മാതൃവംശേ ജാതാനാം മാതുലമാതാ മഹ്യാദീനാം ജ്ഞാത അജ്ഞാതാദീനാം സർവേഷാം അക്ഷയ പുണ്യലോക പ്രാപ്ത്യർത്ഥം പുണ്യകാലേ വർഗദ്വയ പിതൃൻ ഉദ്ദിശ്യ ദർശ ശ്രാദ്ധ ഭൂത തിലതർപ്പണകർമ്മം പിണ്ഡപ്രധാന പൂജാം ച കർമ്മ കരിഷ്യേ നമഃ. വലത്തുനിന്ന് ഇടത്തോട്ട് മുഖത്തിന് 3 പ്രാവശ്യം കറക്കിയെടുക്കുക. എന്നിട്ട് പുഷ്പമിട്ട് ഇലയുടെ നടുഭാഗത്തായിട്ട് വയ്ക്കുക. അതിനുശേഷം തിലോദകമെടുക്കുക. വലത് കൈയിലേക്ക് എള്ളും വെള്ളവും ചേർത്ത് തിലോദകമെടുക്കുക. ഓം കുശോസി കുശപൃഷ്ടോസി ബ്രഹ്മണാ നിർമ്മിതം പുരാ പിണ്ഡസ്ഥാനേ ദർഭാസനം തതുപരി തിലോദകം ഉടനൊഴിച്ചോളൂ. ഒന്നും കൂടെ എടുക്കുക. ഓം അസ്മിൻ കുലേ മൃതായേ ച ഗതിരേഷാം ന വിദ്യതേ അവാഹയിഷ്യേ താൻ സർവാൻ കുശപൃഷ്ടേ തിലോദകം ഉടനൊഴിക്കും. ഒന്നും കൂടി. ഓം മാതാമഹാകുലായേ ച ഗതിരേഷാം ന വിദ്യതേ അവാഹയിഷ്യേ താൻ സർവാൻ കുശപൃഷ്ടേ തിലോദകം. അതിനുശേഷം നമ്മൾ ആ പിണ്ഡത്തെ 5 ഭാഗിക്കുക. ഭാഗിക്കുക. അതിൽ ഒരു ഭാഗം കയ്യിലെടുക്കുക. ഓം അതിനുള്ള മന്ത്രം. ഓം അബ്രഹ്മണോയേ പിതൃവംശജാതാഹ മാതൃസ്തദാ വംശ ഭവാമദീയ വംശദ്വയേ അസ്മിൻ മമ ദാസഭൂതാഹ ഭൃത്യ തഥൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യാഹ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച പൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരെ യേ മമ സംഗതാശ്ച തേഭ്യഃ സ്വധാപിണ്ഡം അഹം ദദാമി. ദർഭയുടെ മീതെ മുകൾ ഭാഗത്ത് വയ്ക്കുക. ദർഭ പിതൃവിൻ്റെ ആസനമാണ്, ദർഭയിൽ തന്നെ വയ്ക്കുക. രണ്ടാമത്തെ പിണ്ഡം എടുക്കുക. ഓം പിതൃവംശേ മൃതായേ ച മാതൃവംശേ തഥൈവ ച ഗുരു ശ്വശുരബന്ധൂനാം യേ ച അന്യ ബാന്ധവാമൃത യേ മേ കുലേ ലുപ്തപിണ്ഡ പുത്രധാര വിവർജിത ക്രിയാലോപ ഹതാശ്ചൈവ ജാഠ്യന്ത പങ്കവസ്തത വിരൂപ ആമഗർഭാശ്ച ജ്ഞാത അജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡോ മയാ ദത്തം അക്ഷയ്യമുപതിഷ്ഠതു. ദർഭയുടെ നടുക്കായിട്ട് വെച്ചുകൊള്ളുക. മൂന്നാമത്തെ പിണ്ഡം എടുക്കുക. ഓം അസിപത്രവനേ ഘോരേ കുംഭീ പാകേ ച രൗരവേ തേഷാം ഉദ്ധരണാർത്ഥായ ഇമം പിണ്ഡം ദദാമ്യഹം. അതിൻ്റെ ചുവട്ടിലായിട്ട് വെക്കുക. നാലാമത്തെ പിണ്ഡം എടുക്കുക. ഓം ഉശ്ചിന്ന കുലവംശാനാം യേഷാം ദാദാ കുലേനഹി ധർമ്മപിണ്ഡോ മയാ ദത്തം അക്ഷയ്യമുപതിഷ്ഠതു. നടുക്ക് വെച്ച് പിണ്ഡത്തിൻ്റെ ഇടതുവശത്ത് വെച്ചു. മൂന്നാമത്തെ പിണ്ഡം എടുക്കുക. അഞ്ചാമത്തെ പിണ്ഡം എടുക്കുക. ഓം യേ ബാന്ധവാഹ അന്യ ജന്മനി ബാന്ധവാഹ തേഷാം ഉദ്ധരണാർത്ഥായ ഇമം പിണ്ഡം ദദാമ്യഹം.
നടുക്ക് വെച്ചതിൻ്റെ വലതുവശത്ത് വെക്കുക. ഇനി ആ പ്ലേറ്റിൽ അവശേഷിക്കുന്നതെല്ലാം തൂത്തെടുത്ത് പിണ്ടത്തിലേക്ക് വിതറിയിടുക. ഓം പിണ്ഡാനാം ഉപരി പിണ്ടാവശേഷം ദദാമി. എന്നിട്ട് വലതുവശത്തിരിക്കുന്ന വെള്ളത്തിൽ കൈയൊന്ന് കഴുകുക. ഓരോ പിണ്ടം വെച്ചിട്ട് നമുക്ക് കൈ കഴുകാവുന്നതാണ്, നിർബന്ധമില്ല. ഒരു തിലോദകം കൂടെ കൊടുക്കുക. ഓം പിണ്ടസ്യോപരി തിലോദകം ദദാമി. കുടഞ്ഞൊഴിച്ചോളൂ. കൈയൊന്നും കൂടെ നനയ്ക്കുക. അതിനുശേഷം നമ്മൾ പുഷ്പം എടുത്തുകൊണ്ട് ഇടത് കൈയിൽ പിടിച്ച് നമ്മുടെ പിതൃക്കളെ, ഓർമ്മയുള്ള പിതൃക്കളെയൊക്കെ സങ്കല്പിച്ച് ഷോഡശ പൂജയാണ് ചെയ്യുന്നത്. 16 വിധത്തിലുള്ള പൂജ, മാനസ പൂജയാണ്. എല്ലാം മനസ്സുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്നതായിട്ടാണ്. അവർക്ക് ആസനം നൽകി ആവാഹിച്ച് കുളിപ്പിച്ച് വസ്ത്രം, ഭക്ഷണം, ദക്ഷിണ, നമസ്കാരാദികളൊക്കെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് നൽകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഓരോ പുഷ്പം അർച്ചിക്കുക. ഓം പിണ്ട പിതൃദേവദേഭ്യോ നമ. ഓം പാദ്യം നമ. ഓം അർഘ്യം നമ. ഓം ആചമനം നമ. ഓം ആസനം നമ. ഓം ആവാഹനം നമ. ഓം സംസ്ഥാപനം നമ. ഓം സ്നാനം നമ. ഓം പുനഃസ്നാനം നമ. ഓം സ്നാനാനന്തരം ആചമനം നമ. ഓം വസ്ത്രാർത്ഥം സൂത്രം നമ. ഓം ഉപവസ്ത്രാർത്ഥം തിലം നമ. ഓം അലങ്കരണാർത്ഥം അക്ഷതം നമ. ഓം വിലേപനാർത്ഥം ഗന്ധം നമ. ഓം ഗന്ധസ്യോപരി പുഷ്പം നമ. ഓം ധൂപം നമ. ഓം ദീപം നമ. ഓം സാക്ഷാൽ ദീപദർശനം നമ. നൈവേദ്യാർത്ഥം കൃച്ഛ്രം നമ. നിവേദ്യാനന്തരം ഹസ്തപ്രക്ഷാളനം നമ. പാദപ്രക്ഷാളനം നമ. പുനരാചമനം നമ. ഓം അത്ര ഗന്ധ തത്ര പുഷ്പ ധൂപ ദീപ നൈവേദ്യ ദക്ഷിണ പ്രദക്ഷിണ നമസ്കാര സർവോപചാര ഷോഡശ ഭാവനപൂജാം സമർപ്പയാമി. മന്ത്രപുഷ്പ ദക്ഷിണ സമർപ്പയാമി സങ്കല്പയാമി. അതിനുശേഷം പുഷ്പം പിണ്ടത്തിലേക്ക് ഇടുക. ഒരു തിലോദകം കൂടെ കൊടുക്കുക, 5ാമത്തെ തിലോദകം. ഓം ആ ബ്രഹ്മസ്തംഭപര്യന്തം ദേവഋഷി പിതൃമാനവാഹ തൃപ്തംഡു പിതരസർവേ മാതൃ മാതാ മഹാദയ അതീത കുലകോടീനാം സപ്തദ്വീപ നിവാസിനാം ആ ബ്രഹ്മ ഭുവനാൻ ലോകാൻ ഇതമസ്തു തിലോദകം. കുടഞ്ഞൊഴിച്ചോളൂ. കൈയൊന്നും കൂടെ നനയ്ക്കുക. കുറച്ച് പുഷ്പമെടുത്ത് തൊഴുത് പിതൃക്കളുടെ മോക്ഷത്തിനായി മഹാഗുരുവിനോടും മഹാവിഷ്ണുവിനോടും മഹാദേവനോടും പ്രാർത്ഥിക്കുക. ഓം കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം കാരുണ്യനിത്യബോധായ ഗുരും നാരായണം ഭജേ. ഓം വനമാലീ ഗദീശാർഘി ശംഖി ചക്രീ ച നന്ദകി ശ്രീമൻ നാരായണോ വിഷ്ണു വാസുദേവോ അഭിരക്ഷതു. അനാദി നിധനോ ദേവ ശംഖചക്രഗദാധര അക്ഷയ്യ പുണ്ഡരീകാക്ഷ പിതൃമോക്ഷപ്രദോ ഭവ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുക. ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ഉമേശ്വര സർവം ക്ഷമസ്വ പാപേഭ്യോ മുഞ്ചത്വം പിതൃഭ്യോ നമ. ആ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ ഇടതുവശത്തേക്ക് 3 പ്രദക്ഷിണം ചെയ്യുക. ഇടത്തോട്ട് കറങ്ങുക. ഓം യാനി യാനി ച പാപാനി ജന്മാന്തരകൃതാനി ച താനി താനി വിനശ്യന്തി പദേ പിതൃപ്രദക്ഷിണം പദേ മാതൃപ്രദക്ഷിണം. അടുത്തത് ഒരു പ്രാർത്ഥന. ഓം ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാക്കൾക്കേകണേ. പാപമോചനമുണ്ടാവാൻ പുണ്യവൃദ്ധി ഭവിക്കുവാൻ ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാക്കൾക്കേകണേ. എല്ലാമൊടുക്കം വന്ന് ഐക്യമടയും ശാന്തിധാമമാം ദൈവമേ നിന്റെ സായുജ്യം
പരേതാത്മാക്കൾ കേൾക്കണേ. ഓം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാഗുരോ രക്ഷ രക്ഷ മഹാവിഷ്ണോ രക്ഷ രക്ഷ മഹേശ്വര. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പരേതാത്മാക്കൾക്ക് പിതൃക്കൾക്ക് സമ്പൂർണമായ സായുജ്യം ഉണ്ടാവണമേ എന്ന് ഗുരുദേവനോടും മഹാവിഷ്ണുവിനോടും മഹാദേവനോടും പ്രാർത്ഥിക്കുക. മഹാഗുരുവിൻ്റെയും ഭഗവാന്മാരുടെയും പിതൃക്കളുടെയും അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സന്തതികൾക്കും കർമ്മമേഖലയിലുമെല്ലാം ഉണ്ടായി നമ്മുടെ എല്ലാവിധ ദുഃഖ ദുരിത പിതൃദോഷങ്ങളും അകന്ന് സർവവിധമായ ഐശ്വര്യാനുഗ്രഹങ്ങൾ പിതൃക്കളുടെ കാരുണ്യത്തോടുകൂടി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ച് പുഷ്പം പിണ്ടത്തിലിട്ട് തൊട്ട് നമസ്കരിക്കുക. പിതൃക്കളെ സ്മരിച്ച് പിണ്ടത്തിൽ നിന്ന് ഒരു പുഷ്പമെടുത്ത് മണത്ത് പുറകോട്ട് കളയുക. മറ്റൊരു പുഷ്പമെടുത്ത് മണത്ത് ശിരസിലോ ചെവിയിലോ ചൂടുക, മുടിയിൽ ചൂടുക. അതിനുശേഷം ആ ദർഭമോതിരം അഴിച്ചെടുത്ത് അതഴിച്ചെടുക്കുക, ഊരിയെടുത്തിട്ട് ഓം യേശാന്ന മാതാന്ന പിതാനേച്ച ബാന്ധവ തേ യതോ തൃപ്തിമായന്തു കുശോദഹി പിണ്ടത്തിലേക്ക് വെച്ചു കൊടുക്കുക. നമ്മുടെ വസ്ത്രത്തിൻ്റെ താഴത്തെ തുമ്പ് പിണ്ടത്തിലേക്കൊന്ന് കാണിച്ചുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞൊഴിക്കുക. ഓം ഏകേച അസ്മിൻ കുലേ ജാത അപുത്രോ ഗോത്രജോ മൃത തേ ഗൃഹ്ണന്ത് മയാ ദത്തം വസ്ത്ര നിഷ്പീഡിതോദകം. പിഴിഞ്ഞൊഴിക്കുക. നമ്മൾ തിലോദകവും പിണ്ടവും പുഷ്പവും ഒക്കെ ചേർത്ത് ചെയ്ത ഈ കർമ്മം ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പിതൃക്കളോട് പ്രാർത്ഥിക്കുക. ഓം തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടേ സമർപ്പയാമി ഭക്ത്യാ അഹം പ്രാർത്ഥയാമി പ്രസീദമി. ഓം യമോസി യമദൂതോസി വായസോസി മഹാബല സപ്തജന്മ കൃതം പാപം ബലി മുശ്ചന്തു വായസാഹ. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. പിണ്ഡവിരിക്കുന്നയില്ല രണ്ട് കൈകൊണ്ടും താങ്ങിയെടുത്ത് ഓം നമോ നാരായണായ ജപിച്ച് നദിയിലോ നമുക്ക് എവിടെയാണോ അത് സമർപ്പിക്കാൻ സാധിക്കുന്നത് അവിടെ സമർപ്പിച്ച് കാലും കൈയും ഒക്കെ കഴുകി പോകുന്നു. നമ്മൾ സങ്കല്പം പറഞ്ഞതിൽ ശുഭ ശുഭ എന്നൊക്കെ പറഞ്ഞ് ശുഭയനെ ശുഭവാരേ ശുഭ നക്ഷത്രേ എന്നൊക്കെ പറഞ്ഞത് അതാത് ദിവസത്തെ മാസം പക്ഷം നക്ഷത്രം ദിവസം അതൊക്കെ ചേർത്ത് വേണം നമുക്ക് കലണ്ടറിലോ പഞ്ചാംഗത്തിലോ നോക്കാനെടുക്കാം. ഇത്രയാണ് നമ്മൾ സാമാന്യേന ഏത് രീതിയിൽ നോക്കിയാലും യദ്ഭാവോ തദ്ഭവതി. നമ്മുടെ മനസ്സ് എത്രമാത്രം നമ്മൾ അതിലേക്ക് അർപ്പിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് വെളിയിലുള്ളവർക്ക് ഒക്കെ ഒരു ആചാര്യൻ്റെ പുരോഹിതൻ്റെ സഹായമില്ലാതെ വാവുബലി, കർക്കിടക വാവുബലി, ശിവരാത്രി കുംഭമാസത്തിലെ വാവുബലി, തുലാമാസത്തിലെ വാവുബലിയൊക്കെ ചെയ്യാം. സാമാന്യേന ഇതാണ് അതിൻ്റെ ഒരു രീതി. നമസ്കാരം.